ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാമിൽ വളരെ ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു സോങ് വെച്ചൊരു ഷെയ്ക്ക് എഫക്റ്റ് വീഡിയോ ആണ്. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ ആണ്. വീഡിയോ ലൈക്ക് ചെയ്താലും പോകല്ലേ. അത് ഡെമോ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാം. കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ശബ്ദം ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്നത്. ഫുള്ളായിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട്. ചാനലിൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പ്രിവ്യൂ കണ്ട സോങ് വെച്ച് നമ്മൾ ഷെയ്ക്ക് എഫക്റ്റ് എങ്ങനെ എഡിറ്റ് ചെയ്യുന്നതാണ് ഈ വീഡിയോ പറഞ്ഞു തരുന്നത്. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക. നമുക്ക് ഈ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് ബീറ്റ് മാർക്കിൻ്റെയും ഷെയ്ക്ക് എഫക്റ്റിൻ്റെയും രണ്ട് ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. പ്രീസെറ്റ് ആയിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും XML ഫയലായിട്ട് ലിങ്ക് ടെലിഗ്രാം ചാനലിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പ്രൊജക്റ്റിൻ്റെ സെക്ഷനിലായിരിക്കും കാണാൻ സാധിക്കുന്ന ലിങ്ക് ഡൗൺലോഡ് ചെയ്യുന്നത് 16-ാം തീയതിയിലെ ബീറ്റ് മാർക്കും 16-ാം തീയതിയിലെ ഷെയ്ക്ക് എഫക്റ്റും. ഈ രണ്ട് ലിങ്കുകളുണ്ടെങ്കിൽ മാത്രമേ ഈ വർക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ ബീറ്റ് മാർക്കിൻ്റെ ടേബിളിലാണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നത്. ഷെയ്ക്ക് എഫക്റ്റിൻ്റെ എടുത്തിട്ട് കോപ്പി എടുത്തിട്ട് പേസ്റ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്യുക. ടേബിൾ ഓപ്പൺ ചെയ്യാൻ നേരത്ത് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ലിറിക്സ് എഴുതി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇതിനുപയോഗിച്ചിരിക്കുന്ന ഫോണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ലിറിക്സ് ഇല്ലാത്ത ബീറ്റ് മാർക്കുകളുണ്ടല്ലോ ചെറിയതായിട്ട് കൊടുത്തിരിക്കുന്നത്, അവിടെയൊക്കെ നമുക്ക് ഫോട്ടോസ് ആഡ് ചെയ്ത് കൊടുക്കണം. അതെങ്ങനെ ഫോട്ടോ ആഡ് ചെയ്യുമെന്ന് പറഞ്ഞുതരാം. അതിനു മുമ്പായിട്ട് നമുക്ക് ആദ്യം ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കണം. ഈ ബാക്ക്ഗ്രൗണ്ട് ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മുകളിൽ കൊടുത്തിരിക്കുന്ന 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഈ സ്ട്രെച്ച് കോമ്പൻസേഷൻ ഏരിയ എന്ന് കാണുന്നുണ്ടല്ലോ, സ്ട്രെച്ച് ടു കോമ്പൻസേഷൻ ഏരിയ സെലക്ട് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ ലെങ്ത് വീഡിയോയുടെ എൻഡ് വരെ എത്തിക്കുക. ഓട്ടോമാറ്റിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് അതിനൊരു എഫക്റ്റ് കൊടുക്കാം. അതായത് ബാക്ക്ഗ്രൗണ്ട് ഇമേജിന് ആ ഇമേജ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം താഴെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് എഫക്റ്റ് കാണാൻ സാധിക്കും. ആഡ് എഫക്റ്റ് ക്ലിക്ക് ചെയ്യുക. ആഡ് എഫക്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം ഇതിനകത്ത് നമ്മൾ ഫ്രാക്ഷണൽ വാപ്പ് എന്ന് പറഞ്ഞ എഫക്റ്റാണ്. അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്ത് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ സെലക്ട് ചെയ്യുക. അതിനകത്ത് താഴെ കൊടുത്തിരിക്കുന്ന മാഗ്നിറ്റ്യൂഡ് ഉണ്ടല്ലോ, മാഗ്നിറ്റ്യൂഡ് ഇപ്പം 200 അല്ല കിടക്കുക. താഴോട്ട് മാഗ്നിറ്റ്യൂഡ് സെലക്ട് ചെയ്യുക. അത് 0.35 കൊടുക്കുക. മൈനസ് അല്ലാതെ 0.35 30 മാക്സിമം കുറയ്ക്കുക. ഇത്രയും മാത്രം കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ ടോപ്പിൽ കാണുന്ന പൊസിഷൻ ഉണ്ടല്ലോ, പൊസിഷനകത്ത് എക്സ് സെലക്ട് ചെയ്യുക. എക്സ് സെലക്ട് ചെയ്ത ശേഷം സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ കൊടുക്കുക. അതിനുശേഷം അതിന് എൻഡ് എത്തിയിട്ട് എക്സിൻ്റെ വാല്യൂ ഒരു 500 ആക്കി കൊടുക്കുക. കറക്റ്റായിട്ട് ഇതുപോലെ 500 ആക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് ചെറിയൊരു ഫ്രാക്ഷണൽ വാപ്പ് എഫക്റ്റ് ആ വീഡിയോ കാണാൻ സാധിക്കും. നിങ്ങൾ പ്ലേ ചെയ്യുന്ന വീഡിയോ പ്രിവ്യൂ കണ്ടാലേ മനസ്സിലാകത്തുള്ളൂ. അതിനുശേഷം ഡ്രാഗ് ചെയ്തിട്ട് നേരെ ഡ്രാഗ് ചെയ്ത് സോങ്ങിൻ്റെ ജസ്റ്റ് മുകളിലായിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് കൊണ്ടുവെക്കുക. വെച്ച ശേഷം ഇവിടെ നമുക്ക് ഫോട്ടോസ് ആഡ് ചെയ്യേണ്ട സ്ഥലം മുമ്പ് പറഞ്ഞല്ലോ, ഇതിന് ചെറിയ ബീറ്റ് മാർക്ക് കൊടുത്തിട്ടുണ്ട്. അവിടെയൊക്കെ നമുക്ക് ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കണം. 1 സെക്കൻഡ് 21 മില്ലി സെക്കൻഡ് പ്ലസ് ബട്ടൺ ക്ലിക്ക് മീഡിയ ചെല്ലുക. നമ്മൾ ഓരോ ഫോട്ടോ ആയിട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. മമ്മൂക്കയുടെ ഫോട്ടോയാണ് നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഓരോ ബീറ്റ് മാർക്കിനനുസരിച്ച് നെക്സ്റ്റ് ബീറ്റ് മാർക്ക് നമ്മൾ റൈറ്റ് സൈഡ് കട്ട് ചെയ്ത് കളയുക. വീണ്ടും നമ്മൾ അതുപോലെ തന്നെയുള്ള ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക. കാണുന്നുണ്ടല്ലോ, ഇവിടെ നമ്മൾ ലിറിക്സ് ഇല്ലാത്തടത്ത് മാത്രമേ ഇങ്ങനെ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുകയുള്ളൂ. അത് കഴിഞ്ഞ് ലിറിക്സ് വരുന്നുണ്ട്. കാണുന്നുണ്ടല്ലോ, റൈറ്റ് സൈഡിൽ വീണ്ടും ലിറിക്സ് വരുന്നുണ്ട്. ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന ഈ ഫോൺ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കറക്റ്റായിട്ട് ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ നിങ്ങൾ ആഡ് ചെയ്യുന്ന ഫോട്ടോ വളരെ ചെറുതാണെങ്കിൽ നമുക്ക് അതിനകത്ത് ടൈൽസ് എഫക്റ്റ് വഴി ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അതായത് കുറച്ചൊന്ന് വലിപ്പം കൂട്ടി കൊടുക്കുക. അതിനുശേഷം എഫക്റ്റ് എടുക്കുക. ആർഫിറ്റ് ക്ലിക്ക് ചെയ്ത ശേഷം ടൈൽസ് എന്ന് കൊടുക്കുക. ടൈൽസ് TIL എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് ടൈൽസ് എഫക്റ്റ് കാണാൻ സാധിക്കും. അത് സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് സെലക്ട് ചെയ്യുക. അതിനകത്ത് മിററും ഓണാക്കി കൊടുക്കുക. അതിനുശേഷം ചെറിയ ഫോട്ടോകൾ മാത്രം ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഓരോ റെഡ് ലൈൻ കഴിഞ്ഞ് നെക്സ്റ്റ് റെഡ് ലൈനകത്ത് റൈറ്റ് സൈഡ് കട്ട് ചെയ്ത് ഇതുപോലെ എൻഡ് വരെ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ഫോട്ടോയൊക്കെ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. എൻഡ് വരെ കംപ്ലീറ്റ് ആയിട്ട് ഫോട്ടോ ആഡ് ചെയ്ത ശേഷമുള്ളതാണ് ഈ കാണുന്നുണ്ടല്ലോ എങ്ങനെയാണ് ഫോട്ടോ ആഡ് ചെയ്യേണ്ടതെന്ന്. ലിറിക്സ് ഉള്ളിടത്ത് ഫോട്ടോ ആഡ് ചെയ്യരുത്. ലിറിക്സ് ഇല്ലാത്തടത്ത് മാത്രം കറക്റ്റായിട്ട് ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ എഫക്റ്റ് ഷെയ്ക്ക് എഫക്റ്റിൻ്റെ ടേബിൾ എടുത്തിട്ട് എഫക്റ്റുകൾ കോപ്പി എടുത്ത് ജസ്റ്റ് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ബാക്ക് അടിക്കുക. നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഷെയ്ക്ക് എഫക്റ്റിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്യുക. ചെയ്ത ശേഷം ഇവിടെ 2 ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ഇതിലെ ഫസ്റ്റ് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക.
ഫസ്റ്റ് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക, എഫക്റ്റ് എടുക്കുക, കോപ്പി എടുക്കുക. അത്ര മാത്രം ചെയ്താൽ മതി. ഫസ്റ്റ് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക, എഫക്റ്റ് എടുക്കുക, ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക, കോപ്പി എഫക്റ്റ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത ശേഷം ബാക്ക് അടിക്കുക, ബിറ്റ് മാർക്കിൻ്റെ ടേബിൾ, അതായത് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ടേബിൾ ഉണ്ടല്ലോ, എടുത്തിട്ട് ഇതിലുള്ള ഫസ്റ്റ് ഫോട്ടോ ഉണ്ടല്ലോ, 1 സെക്കൻഡ് 21 മില്ലി സെക്കൻഡിന് ശേഷം വരുന്ന ഫസ്റ്റ് ഫോട്ടോ, അതിനകത്ത് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക, എഫക്റ്റ് എടുക്കുക, ഫോട്ടോ ക്ലിക്ക് ചെയ്യുക, എഫക്റ്റ് എടുക്കുക. നമ്മൾ കോപ്പി എടുത്ത എഫക്റ്റ് കറക്റ്റായിട്ട് പേസ്റ്റ് കൊടുക്കുക. അതിനകത്ത് നെക്സ്റ്റ് ഫോട്ടോ കൊടുത്തിട്ടുണ്ടല്ലോ, അതിൽ കൊടുക്കരുത്. എല്ലാത്തിനകത്തും സ്റ്റാർട്ടിങ് വരുന്ന എല്ലാ 2 ഫോട്ടോ അടുപ്പിച്ച് കൊടുത്തിട്ടില്ലേ, അതിനകത്തൊക്കെ നമ്മൾ ആദ്യം കൊടുക്കുന്ന ഫോട്ടോയിൽ മാത്രം കറക്റ്റായിട്ട് കൊടുത്താൽ മതി. പറഞ്ഞ് മനസ്സിലായല്ലോ? 2 ഫോട്ടോ അടുപ്പിച്ചല്ല ബാക്കിയെല്ലാം ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ആദ്യം കൊടുത്തിരിക്കുന്ന ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക, എഫക്റ്റ് എടുക്കുക, പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക. കംപ്ലീറ്റ് എല്ലാത്തിൻ്റെയും ആദ്യത്തെ ഫോട്ടോയിൽ മാത്രം ഇതുപോലെ കൊടുത്താൽ മാത്രം മതി. വീഡിയോയെക്കുറിച്ച് സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക. വീഡിയോ എല്ലാം ഒന്ന് ലൈക്ക് ചെയ്യണേ. കറക്റ്റായിട്ട് എല്ലാ ഫോട്ടോയ്ക്കും സ്റ്റാർട്ടിങ്ങിലുള്ള ഫോട്ടോയ്ക്ക് മാത്രം കറക്റ്റായിട്ട് ഇതുപോലെ ചെയ്യുക. ചെയ്ത ശേഷം കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യാൻ മുഴുവൻ കാണിക്കുന്നില്ല, നിങ്ങൾ എൻഡ് വരെ കറക്റ്റായിട്ട് ചെയ്യുക. അതിനുശേഷം ബാക്ക് അടിക്കുക. നമ്മൾ ഷെയ്ക്കപ്പിൻ്റെ ടേബിൾ വീണ്ടും എടുത്തിട്ട് നമ്മൾ ഫസ്റ്റ് ഫോട്ടോ എടുത്തിട്ട് ഇതിന് സെക്കൻഡ് ഫോട്ടോയിൽ എടുക്കാനുള്ളത്. അതുപോലെ തന്നെ സെക്കൻഡ് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക, എഫക്റ്റ് എടുക്കുക, ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക, കോപ്പി എഫക്റ്റ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത ശേഷം ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ എടുത്തിട്ട് നമ്മൾ ആദ്യത്തെ ഫോട്ടോയിലല്ലേ കൊടുത്ത്, ഇതുപോലെ തന്നെ അതിനകത്ത് രണ്ടാമത്തെ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക, എഫക്റ്റ് എടുക്കുക, പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക. മുമ്പ് ചെയ്തപോലെ തന്നെ ചെയ്താൽ മതി. ഇതിനകത്ത് രണ്ടാമത്തെ ഫോട്ടോ ആണെന്നേ ഉള്ളൂ. അടുപ്പിച്ച് കൊടുത്തിരിക്കുന്ന 2 ഫോട്ടോകളിനകത്ത് രണ്ടാമത് കൊടുത്തിരിക്കുന്ന ഫോട്ടോ, ആദ്യത്തെ ഫോട്ടോ നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് രണ്ടാമത് കൊടുത്തിരിക്കുന്ന ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക, എഫക്റ്റ് എടുക്കുക, പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക. കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ നേരത്ത് നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആകുന്നതാണ്. വീഡിയോയെക്കുറിച്ച് സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക. HD ക്വാളിറ്റി വീഡിയോ സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ HD എന്നൊരു ഓപ്ഷൻ ഉണ്ട്. വീഡിയോസിനകത്ത് ഫുൾ HD ഓപ്ഷൻ സെലക്ട് ചെയ്യുക. താഴെ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് പേജ് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക. താങ്ക് യു ഓൾ.